ഹലോ, വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ളോഗ്. അപ്പോ വേളാങ്കണ്ണിയുടെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ നല്ല മഴയായിരുന്നു, രാത്രി നല്ല മഴയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു പള്ളിയിൽ ഇറങ്ങാൻ സമയത്തും മഴയായിരിക്കുമെന്ന്. പക്ഷെ ദൈവം സഹായിച്ച് മഴയൊന്നുമില്ല, നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണിന്ന്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പള്ളിയിലോട്ട് പോവാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, സോ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പള്ളിയിൽ കുർബാനയ്ക്കോട്ട് പോകണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചർച്ചിലോട്ട് പോകാന്നുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശരണഭവനിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെജ് ഫുഡ് തന്നെയാണ് ആസ് യൂഷ്വൽ രാവിലെ അത് തന്നെ ഓർഡർ ചെയ്തു. എല്ലാവരും ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഫുഡ് ഓർഡർ ചെയ്തത്. രമ്യ ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദോശ, പൂരി, അങ്ങനെ ഓരോരുത്തരും ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ ദെൻ അതിനുശേഷം നമ്മളൊരു ഓട്ടോയിൽ കയറിയിട്ട് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ രാവിലത്തെ 9 മണിയുടെ മലയാളം മാസ് കാണാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാസ് കാണാനായിട്ട് നമ്മൾ ഓട്ടോയിൽ അവിടെ ചെന്ന് ഇറങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു, ജനത്തിരക്ക് ഉണ്ടായിരുന്നു. മാസ് ഞങ്ങൾ ഏതെങ്കിലും വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ദെൻ മാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു, ലൈക്ക് ഞങ്ങളുടെ മാത്രം, ആൾക്കാരെയും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. സോ അപ്പോൾ അതിനുശേഷം നമ്മൾ മാസെല്ലാം കഴിഞ്ഞിട്ട് മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ നല്ല വെയിലുള്ള സ്ഥലമാണ് ഈ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ ആ ഒരു സൈഡെല്ലാം. അവിടെ നിന്ന് നെക്സ്റ്റ് നമ്മൾ നമ്മുടെ അതിന് തൊട്ടടുത്തുള്ള ചർച്ചിലോട്ട് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ സൈഡിലൂടെയാണ് ആ ഒരു പള്ളിയിലോട്ട് പോകുന്നത്. ഈ വെയിലിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ കാറ്റുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ സൈഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സൈഡിലോട് ചേർന്നാണെന്നുണ്ടെങ്കിൽ ചെറിയ തണലൊക്കെ കിട്ടും നമുക്ക് നിൽക്കാനായിട്ട്, ചെറിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അല്ലാതെ ഈ ഇതിനെ കറക്റ്റ് ആ ഒരു നടുക്ക് കൂടെ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലുണ്ട്. വെയിലിനാണെങ്കിൽ നല്ല ചൂടുമുണ്ട് ഈ പറഞ്ഞതുപോലെ. ഞങ്ങളങ്ങനെ ഒരുവിധം നടന്ന് തൊട്ടടുത്തുള്ള പള്ളിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗേറ്റ് വഴി നമുക്ക് പോവാം, അല്ലാതെ മെയിൻ എൻട്രൻസ് ഉണ്ട് ഈ ഒരു ചർച്ചിലോട്ട് വരാനായിട്ട്. അതൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷനിലൊക്കെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ടാക്സ് റിഡംഷൻ കിട്ടുന്നുണ്ടെന്ന്. ഈ ലൈക്ക് വേളാങ്കണ്ണിയിൽ നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഈ ഒരു ചർച്ചിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലൊരു കിണറൊക്കെ ആയിട്ട് വരുന്ന, അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു ചർച്ചാണ്. അപ്പോൾ ഇവിടെ പഴയതിലൊന്നും ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയതിലെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തിലെന്നല്ല, അതായത് നേരത്തെ വരുന്നത് അപേക്ഷിച്ചിട്ട് നമുക്ക് ഓരോ വർഷം വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴും പല കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അതിനടുത്തായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഈ ഹോളി വാട്ടർ കിട്ടുന്ന സ്ഥലത്തോട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ നമ്മുടെ കുറച്ച് വീഡിയോസിലൊന്നും ഈ ഒരു ലൊക്കേഷൻ കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ പലപ്പോഴും ഈ ഒരു ഹോളി വാട്ടർ വാങ്ങുന്ന സ്ഥലത്തേക്ക് വരാറില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് അയിലേ പോയിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ലൈക്ക് നമ്മൾ ആ ഒരു ബോട്ടിലൊന്നും മേടിക്കുന്നില്ല. ഇവിടെ നമുക്ക് അവിടുത്തെ തന്നെ ഒരു കപ്പിൽ നമുക്ക് ഈ ഹോളി വാട്ടർ കുടിക്കാനായിട്ട് തരും. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ഒന്ന് മേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവരവിടെ നിന്നൊരു കപ്പെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു വെള്ളം തരാനായിട്ട്, ഹോളി വാട്ടർ. അപ്പോൾ നമ്മളെല്ലാവരും അതൊന്ന് ജസ്റ്റ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞതുപോലെ കുപ്പിയിലാക്കി കൊണ്ടുപോകുന്നുണ്ട്, അതായത് മാതാവിൻ്റെ രൂപത്തിലുള്ള കുപ്പികൾ അവിടെ വാങ്ങാൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് മേടിച്ചതിന് ശേഷമാണ് ഈ ഒരു വെള്ളം എല്ലാവരും മേടിച്ചിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ഒത്തിരി ആൾക്കാർ അവിടെ മേടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളേതായാലും അങ്ങനെ മേടിച്ചില്ല, ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് കുടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മെഴുകുതിരി കത്തിക്കുക എന്നുള്ള പ്ലാനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. മെഴുകുതിരി ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഹെയ്നിയുടെ നല്ല പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അവൻ തന്നെ കത്തിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മളത് കത്തിച്ചു. അവിടെ നല്ല കാറ്റുണ്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചി പിന്നെ അത് കറക്റ്റ് ചെയ്ത് വെച്ചു അവിടെ കറക്റ്റായിട്ടിരിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള ആ ഒരു കഫ്തീരിയയിലോട്ട് വന്നിരിപ്പുണ്ടായിരുന്നു. അവിടെ നമ്മൾ പോയത് സ്റ്റെല്ല മേരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിയോ വിഷ്വൽ ഹാളിലായിട്ടാണ്. ഇതിപ്പോൾ റിസെൻ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. റിസെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ എടുത്ത സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇവിടെ പോകാന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്രാവശ്യം ഏതായാലും കയറാമെന്നുള്ള പ്ലാനിൽ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒത്തിരി അധികം സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോ കാണാം എന്നുള്ള രീതിയിൽ. കുറച്ച് ആൾക്കാരൊക്കെ വരുമെന്ന്, പക്ഷെ നമ്മൾ പോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ദെൻ സമയം കഴിയുന്തോറുമായിരുന്നു ഇങ്ങനെ ആൾക്കാർ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് നേരം അവിടെ, കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കാണാമെന്നുള്ള ഒരു പ്ലാനിൽ.
അപ്പോൾ നമ്മളിവിടെ സ്റ്റെല്ല മേരീസ് എന്ന് പറയുന്ന ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോയിൽ ആ ഒരു തിയേറ്റർ മാധവൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 3 ദിവസം മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ അത് കാണാനായിട്ട് നമ്മളിവിടെ 11:30 ഇവിടെ ഉണ്ടായിരുന്നു. 11:30 നമ്മളൊരു 10:45 കഴിഞ്ഞപ്പോൾ എത്തിയായിരുന്നു തോന്നുന്നു അല്ലേ. പക്ഷേ ഇവിടെ ഒരു റൂൾ ഉള്ളതെന്ന് വെച്ചാൽ 30 ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇവർ ഷോ പ്രദർശിപ്പിക്കത്തുള്ളൂ, അതർവൈസ് അത് ക്യാൻസൽ ചെയ്യും. സോ അപ്പോൾ അങ്ങനെ ഇവിടെ അറൗണ്ട് എത്ര പേര് വന്നിട്ടുണ്ട്, ഒരു 15 വന്നിട്ടുണ്ട്, അതിൻ്റെ പകുതി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരിപ്പോൾ ഷോ ക്യാൻസലാണെന്ന് പറഞ്ഞു. എനിക്കൊന്ന് പല ആൾക്കാരും കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അത് ഈ പറഞ്ഞ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവല്ലേ? ഓക്കെ. അപ്പോൾ അവിടുത്തെ വരവിലെങ്കിലും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മളിങ്ങനെ റൂമിലോട്ട് പോകാന്നുള്ള രീതിയിൽ ഹേനുവിനെയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. ദെൻ നല്ല വെയിലായതുകൊണ്ട് നമ്മളൊരു ഓട്ടോ പിടിച്ചങ്ങ് പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോയെങ്കിലും നമ്മൾ ഹോട്ടലിലെത്തിയപ്പോൾ അമ്മേനെ ഹേനുവിനെ മാത്രം ഇറക്കി വിട്ടിട്ട് ഞാനും രമ്യയും കൂടെ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. വേറൊരിടം അല്ല, ഒരു ബേക്കറിയിൽ. ലൈക്ക് ഇന്ന് അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. സോ അപ്പോൾ നമുക്കൊരു പേസ്ട്രിയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനായിരുന്നു. കാരണം വേളാങ്കണ്ണിയിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈം അമ്മ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിൽ ഞാനും രമ്യയും ഡയറക്റ്റ് പിന്നെ പോയി പർച്ചേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ് റിയാക്ഷൻ എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് റൂമിനകത്തോട്ട് കയറാം. നമ്മൾ പുറത്ത് വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും ഡോർ നോക്ക് ചെയ്യാം. ഓക്കെ. ഒരു കുഞ്ഞ് സ്പെഷ്യൽ പേസ്ട്രി, വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല, ചെറിയൊരു പേസ്ട്രി. ഓക്കെ. Happy birthday to you. Happy birthday to you. Happy birthday to dear mama. Happy birthday to you. അപ്പോൾ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു, നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വേളാങ്കണ്ണിയിൽ വന്നിട്ട് കേക്ക് കട്ടിയെന്ന് തോന്നുന്നു. ആണോ? അപ്പോൾ കേക്കിൽ ഒരു സ്പൂണൊന്നും വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വെച്ചിട്ടില്ലല്ലോ. ഓക്കെ. അപ്പോൾ സ്പൂണൊന്നും വേണ്ട, ആ എനിക്ക് ആ കത്തി എടുത്തോ. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday to dear mama. Happy birthday to you. അമ്മ ഏതായാലും വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഇതേപോലെ വേളാങ്കണ്ണിയിലെ, കാരണം ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് അമ്മ മേ ബി വിചാരിച്ചിട്ടുണ്ടാവത്തില്ല. ഞങ്ങളും അത്ര പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു. ലൈക്ക് ഇന്നലെ നൈറ്റാണ് രമ്യ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഒപ്പിച്ചാലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്ത ഉച്ചയ്ക്കുള്ള ഫുഡ് പപ്പ മേടിച്ചിട്ട് വരാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കുക എന്നുള്ള പ്ലാനിൽ അമ്മയും പപ്പയായിട്ട് പോയി ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എനിക്ക് ആക്ച്വലി അവിടുത്തെ ചോറ് നല്ല ഇഷ്ടമാണ്, പൊന്നിയരി റൈസ്. അപ്പോൾ അതും അതുപോലെ തന്നെ കേരള റൈസ്, അങ്ങനെ രണ്ടായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് നമ്മുടെ കേരള റൈസാണ് കേട്ടോ താല്പര്യം. ദെൻ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, ഫിഷ് കറി ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം വെച്ചിട്ട് നമ്മൾ സുഭിക്ഷമായിട്ട് ഉച്ചയൂണ് അങ്ങോട്ട് കഴിച്ചു. ഫുഡ് ചന്ദ്ര ഹോട്ടലിൽ നിന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെയും 1-2 വെജ് കറീസും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്ത്, തോട് കറികളായിട്ട്. അപ്പോൾ അതും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദെൻ തമിഴ്നാട്ടിലെ അപ്പളവും കൊള്ളായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഉച്ചയ്ക്കത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ എല്ലാവരും ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഇനി നമ്മൾ റെഡിയായി ഇറങ്ങുവാണ്. എല്ലാ തവണത്തെയും പോലെ തന്നെ വൈകുന്നേരമാണ് ഫുള്ളൊന്ന് കറങ്ങുന്നത്. അപ്പം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്, ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. മഴയുടെ ചെറിയൊരു മൂടലുണ്ട്, പക്ഷേ മഴ പെയ്യില്ല എന്ന് വിശ്വസിക്കാം. ഓക്കെ.
നമ്മൾ ഈ എല്ലാ വർഷവും വേളാങ്കണ്ണിയിൽ വരുന്നോണ്ട് തന്നെ എല്ലാവർക്കും ഈ ശീലമായതുപോലെ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത് എങ്ങനെയാണ്, എല്ലാ പ്ലാനും എല്ലാവർക്കും ഒരേപോലെ അറിയാന്നുള്ളത് പോലെയാണ്. അതിന് കാരണം എല്ലാവർക്കും ഈ സ്ഥലവും ഇതിന് പരിസരവും എല്ലാം ഒരു ബൈ ഹാർട്ട് ആയതുപോലെയാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്ഥിരമായിട്ട് ഈ ഒരു റൊട്ടീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതേ ഒരു പ്ലാനിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ടേക്കായിരുന്നു വന്നിരുന്നത്. അപ്പോ ഈ ഈ ഒരു ചർച്ചാണ് നമുക്ക് ഏറ്റവും അടുത്ത് വരുന്നത്. ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് തൊട്ടടുത്ത് ഫസ്റ്റ് ഈ ഒരു ചർച്ചാണ് വരുന്നത്. ദെൻ ഇവിടെ നിന്നാണ് നമ്മൾ മറ്റു ചർച്ചിലോട്ടൊക്കെ പോകുന്നത്. ഈ കാണുന്ന സ്ഥലത്ത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടിവിടെ ഒരു സ്റ്റേജ് ആണ് ഉണ്ടായിരുന്നത്. അതായത് തിരുനാൾ നടക്കുന്ന സമയത്തെല്ലാം ഒത്തിരി ആൾക്കാരുള്ള സമയത്ത് ഇവിടെയൊക്കെ ആയിരിക്കും ആൾക്കാർ ഈ പറഞ്ഞ പോലെ മാസം നടത്താറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആൾക്കാർ അതിനുശേഷം റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലമായിട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. മിക്കവാറും പുതിയൊരു എന്താ പറയുക ഈ സ്റ്റേജ് ആകാനുള്ള പ്ലാനിങ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ രാവിലെ സൈഡ് ഗേറ്റ് വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ നെക്സ്റ്റ് ചാപ്പലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കുറച്ച് ഗാർഡൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇത് നേരത്തെ അവിടെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ മോടി പിടിപ്പിച്ച് അവരിങ്ങനെ വരുന്നുണ്ട് അവിടെ. ദെൻ അതിനുശേഷം നമ്മൾ നേരെ സൈലന്റ് പ്രെയർ ഹാളിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ പോയതിനു ശേഷം ദെൻ അവിടെ നമ്മൾ ഇറങ്ങി അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ദെൻ അതിന് സൈഡിലുള്ള ഈ ഒരു സ്റ്റാച്യുവിന് അടുത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ പള്ളി വക ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓൾഡ് ഏജ് ഹോമും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ വേളാങ്കണ്ണിയുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ചർച്ചിന്റെ സൈഡിൽ നിന്ന് ഫ്രീ എഡ്യൂക്കേഷനായിട്ട് സ്കൂൾസും പിന്നെ അതുപോലെ തന്നെ ഈ അനാഥ മന്ദിരങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല പ്രവൃത്തികൾ വേളാങ്കണ്ണിയുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി. സോ അപ്പോൾ ഈ ഒരു സ്റ്റാച്യു ഇപ്പം പുതിയതായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. കാരണം ലാസ്റ്റ് ഇയർ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. സോ ദെൻ അവിടെ നമ്മൾ നടന്ന് വന്ന സമയത്താണ് നമ്മുടെ വേളാങ്കണ്ണി മെയിൻ ചർച്ചിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു സ്റ്റാച്യു, അതായത് യേശുവിന്റെ കൂടെ ഇരുന്ന് സെൽഫി എടുക്കുന്ന രീതിയിൽ ഒരു സ്റ്റാച്യു ചെയ്തിരുന്നത് കണ്ടത്. നെക്സ്റ്റ് നമ്മൾ മാസ് ബുക്ക് ചെയ്യാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഏകദേശം സൗത്ത് ഇന്ത്യയിലെ ലാംഗ്വേജുകളിലുള്ള ഫോംസും അവൈലബിൾ ആണ്. ദെൻ ഇംഗ്ലീഷും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളും ഫോം ഫില്ല് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമുക്ക് റിലേറ്റീവ്സിനും ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം മാസ് ചെയ്യാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഫോം എടുത്തിട്ട് ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഓരോരോ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കൊടുത്തിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഈ കാണുന്നത് പോലെ തന്നെ സാരി ഓഫറിങ് അങ്ങനത്തെ കുറച്ച് കൗണ്ടേഴ്സും അവൈലബിൾ ആണ്. നമുക്ക് മാതാവിന് ഈ ഓഫറിങ്സും ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിവിടെ ഈ മാസ് ഓഫറിങ് കൊടുക്കുന്നതിനായിട്ട് ഗൂഗിൾ പേയും ക്യാഷും അങ്ങനെ ഇൻഡിവിജ്വൽ കൗണ്ടേഴ്സാണ് വരുന്നത്, ഓരോന്നിലും വരുന്നത്. അതായത് ചിലതിൽ UPI മാത്രമായിരിക്കും വരുന്നത്, ചില കൗണ്ടേഴ്സിൽ ക്യാഷ് മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് നമുക്ക് റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇത്രയും ദൂരം ആയപ്പോൾ തന്നെ ഹേനുവിൻ്റെ എനർജിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അവന് ടോയ് വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവന് വീണ്ടും ബൂസ്റ്റപ്പ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബ്ലെസ്സിങ്സ് മേടിക്കാം, പ്രീസ്റ്റ് ഉണ്ടാവും, പിന്നെ ഓഫറിങ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. അപ്പോൾ ഇവിടെ നല്ലൊരു പിക്ചറും ഉണ്ടായിരുന്നു വേളാങ്കണ്ണി പള്ളിയുടെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോയത് വേളാങ്കണ്ണിയുടെ തന്നെ മോളിലോട്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ഈ ക്രിസ്മസ് ഐറ്റംസിന്റെ, കാരണം ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരുന്നത്. ക്രിസ്മസ് ഐറ്റംസ് കുറെ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു കൗണ്ടറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഉള്ളതുപോലെ ഇപ്പോൾ ഈ മാതാവിന്റെ ഫോട്ടോസ്, പിന്നെ വിശുദ്ധരുടെ സ്റ്റാച്യൂസ്, അവരുടെ ഫോട്ടോസ്, ജപമാല, അങ്ങനത്തെ നമ്മുടെ ഈ സ്പിരിച്വൽ റിലേറ്റഡ് കാര്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും. ദെൻ ഈ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സ്പെഷ്യലൈസ്ഡ് കൗണ്ടേഴ്സ് ആയിരുന്നു കൂടുതലും വരുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ്, ക്രിസ്മസ് ട്രീൻ്റെത്, ദെൻ ഈ നമ്മുടെ ക്രിബ് സെറ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ മോളിൽ നമ്മൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു, കാരണം പുറത്ത് നല്ല മഴ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മോളിൽ നമ്മൾ സാധാരണ വന്ന് എന്താണോ ആവശ്യം അത് കഴിഞ്ഞാണ് പോകുന്നത്. ഇപ്രാവശ്യം നമ്മൾ ആ മോളിന്റെ തന്നെ സെക്കൻഡ് ഫ്ലോറിലും പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ്, എന്തൊക്കെയാ വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ആ മോള് ഫുള്ള് കാണേണ്ടി വന്നു. കാരണം അറിയായിരിക്കും വന്നവർക്കെല്ലാം, വേളാങ്കണ്ണിയിൽ ഈ മഴ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ശക്തമായിട്ടായിരിക്കും പെയ്യുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ ഈ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ടും കടലിന്റെ സൈഡിലായതുകൊണ്ടും തന്നെ
നല്ല രീതിയിലുള്ള ഒരു ശക്തമായിട്ടായിരിക്കും മഴ പെയ്യുന്നത്. അപ്പോൾ മേളിൽ അത്യാവശ്യം ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ പൂക്കളും എല്ലാം പ്ലാസ്റ്റിക് ആണ്, ലൈവ് അല്ല. അതിന്റെ ഐറ്റംസും കാര്യങ്ങളും എല്ലാം മുകളിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ചെറിയൊരു ക്രിബ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ മനോഹരമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങി മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ സമയത്ത്. അപ്പൊ തന്നെ പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്തിട്ട് അവിടെ ഇവിടെയായിട്ട് വെള്ളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ നിന്ന് ഓയിൽ മേടിക്കാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലും പല ടൈപ്പിലുള്ള ബോട്ടിൽസ് ഉണ്ട്. പല ബോട്ടിൽസിനും പല റേറ്റും ആണ്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പലരും ഇങ്ങനെ ഒതുങ്ങിയൊക്കെ നിപ്പുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് നേരെ പിന്നെ ഒരു ഷോപ്പിംഗ് സൈഡിലോട്ട് ഇറങ്ങി. ഹേനുവിന് നേരത്തെ പറഞ്ഞു പറ്റിച്ചതുപോലെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമല്ലോ ഇനി. അതുപോലെ തന്നെ വേറെ 1-2 ആൾക്കാർ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി താഴത്തേക്കും പോയില്ല. നമുക്ക് കയറുന്ന സ്ഥലത്ത് തന്നെ കിട്ടുന്ന സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് ചായ കുടിക്കാനായിട്ട് നമ്മൾ പള്ളിവക ക്യാൻറ്റീനിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചായയെ കുടിച്ച് നമ്മൾ പിന്നെ വീണ്ടും പള്ളിയിലോട്ട് പോയി. അപ്പോൾ പള്ളിയൊക്കെ ഒന്ന് കറങ്ങി നമ്മൾ തിരിച്ച് റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. റൂമിലോട്ടെത്തി ഡിന്നർ നമ്മൾ ശരവണ ഭവനിൽ നിന്ന് വെജ് ഫുഡായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പാർസൽ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്നാണ് കഴിച്ചത്. അപ്പം ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആവാണ്. നാളെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. സോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.